ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 മെയിൻ എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചോദ്യപേപ്പർ ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല, നമുക്കൊരു ക്ലിയർ ഉള്ള ഫോട്ടോ അല്ല കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് പറയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങളുടെ ചോദ്യപേപ്പറിലുള്ള ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്ത വർഷത്തെ എക്സാമിനേക്കൊക്കെ നമുക്ക് ചോദ്യപേപ്പർ ക്ലിയർ ഉള്ളത് പ്രിൻ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ചോദ്യത്തിൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിലോ ഇനി എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വരുന്ന ചോദ്യങ്ങളുണ്ട്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഓപ്ഷൻ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കമൻ്റായിട്ട് അറിയിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കണമെന്നും അറിയിക്കുകയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അൽ ഇൽമു യുഅ്താ വലാ യഅ്തി. ഈ വാചകത്തിൻ്റെ ഗുണപാഠം എന്തായിരുന്നു? ഈ വാചകത്തിൻ്റെ ഗുണപാഠം ഓപ്ഷൻ എ, നീ വിജ്ഞാനം തേടി പോകണം, വിജ്ഞാനം നിന്നിലേക്ക് വരില്ല, നീ വിജ്ഞാനം തേടി പോകണം എന്ന ഓപ്ഷൻ എ ആണ്. അടുത്ത രണ്ടാമത്തത് എന്താണ്? ദഉത്തകാസുലു ഫീ ഹൈറാത്തി തത്ലുബുഹ. ഈ പദ്യം രചിച്ച മഹാൻ ആരാണ്? ഓപ്ഷൻ സി, അഷൈഖ് അബുൽ ഫതഹിൽ ബുസ്തി എന്നവരാണ് ഈ പദ്യം രചിച്ച മഹാൻ. ഓപ്ഷൻ സി ആണ്. അടുത്ത 3, അള്ളാഹുവിൻ്റെ നാമമായ അൽ മുഹൈമിന്, അൽ മുഹൈമിനിൻ്റെ ഏറ്റവും ഉത്തമമായ ആശയം എന്താണ്? ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ്, നിരീക്ഷകനും സംരക്ഷകനും. മുഹൈമന് എന്നാൽ കാത്തു സൂക്ഷിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ഇതിന് വരുന്നത് ഓപ്ഷൻ ബി ആണ്, നിരീക്ഷകനും സംരക്ഷകനും എന്നതാണ് ഇവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് 4, സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ കീഴടക്കിയ പേർഷ്യൻ നഗരം ഓപ്ഷൻ ഡി മദായിൻ. മദായിൻ ആണ് ഓപ്ഷൻ ഡി, മദായിൻ. മനസ്സിലാക്കാം. അടുത്തത് 5, അന്നഫാസാത്തി ഫിൽ ലുഖദ്. ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അവിടെ ഓപ്ഷൻ എ, മാരണം ചെയ്യുന്നവർ എന്നതാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഓപ്ഷൻ സിയും, കെട്ടുകളിൽ ബന്ധിക്കുന്നവർ എന്ന്. അതവിടെ സിഹർ എന്നതിനും കൂടി യോജിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഓപ്ഷൻ എ എന്നത് തന്നെ ശരി അടയാളപ്പെടുത്താം. 6, ഹിബ്ബു റസൂലില്ല എന്ന പേരിൽ പ്രസിദ്ധനായ സഹാബി ആരായിരുന്നു? ഓപ്ഷൻ സി, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി. അടുത്ത 7, മാ ലല്ല സാഹിബുക്കും വമാ അവ. ഈ ഖുർആൻ വചനം വ്യക്തമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതൽ പാപസുരക്ഷിതനാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 8, നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചു. ആരെയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഡി, ആയിഷ റളിയല്ലാഹു അൻഹായാണ്. ഓപ്ഷൻ ഡി. മനസ്സിലാക്കാം. അടുത്തത് 9, പൗരാണിക പേർഷ്യൻ രാജ്യത്തിൻ്റെ ഇന്നത്തെ പേര്. പൗരാണിക പേർഷ്യൻ രാജ്യത്തിൻ്റെ ഇന്നത്തെ പേര് ഓപ്ഷൻ എ, ഇറാൻ എന്നാണ്. അടുത്തത് 10, ഉമവിയ്യ ഖിലാഫത്തിൻ്റെ ആദ്യത്തെ ഭരണാധികാരി. ഉമവിയ്യ ഖിലാഫത്തിൻ്റെ ആദ്യത്തെ ഭരണാധികാരിയാണ് ഓപ്ഷൻ സി, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ. മുആവിയത്ത് ഇബ്നു അബി സുഫിയാനാണ് ഉമവിയ്യ ഭരണത്തിൻ്റെ ആദ്യത്തെ ഭരണാധികാരി. ഓപ്ഷൻ സി. അടുത്ത 11, പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്ത ഗുണങ്ങൾ. അതാണ് ഓപ്ഷൻ ഡി, ബർക്കത്ത്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്ത ഗുണങ്ങളാണ് ബർക്കത്ത്. മനസ്സിലാക്കാം. ഓപ്ഷൻ ഡി. അടുത്ത 12, ലാ ഇലാഹ ഇല്ലല്ലാഹു ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്റുകളും ചില ആയത്തുകളും പ്രസവം എളുപ്പമാക്കും. ആര് പറഞ്ഞു? ഇതാരാണ് പറഞ്ഞത്? ഓപ്ഷൻ ബി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. ഓപ്ഷൻ ബി.
അടുത്ത 13, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കണം റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത്. എന്താണ് അതിന് തെളിവ് എന്താണ് എന്നാണ്. എന്താണ് 13ന്റെ ഓപ്ഷൻ ബി. എന്താണ് പരലോക വിജയത്തിന് സൃഷ്ടികളുടെ സഹായം തേടാം. പരലോക വിജയത്തിന് സൃഷ്ടികളുടെ സഹായം തേടാം എന്നത് ഓപ്ഷൻ ബി. അടുത്തതാ 14. അടുത്തത് 14, യാ സാരിയ ജബൽ എന്ന് മദീനയിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ സാരിയ എവിടെയായിരുന്നു? ഓപ്ഷൻ സി, നഹാവന്തിലായിരുന്നു. നഹാവന്ത് ഓപ്ഷൻ സി ആണ്. അടുത്ത 15, മരണത്തിൻ്റെ സഹോദരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ഉറക്കിനെയാണ്. ഓപ്ഷൻ ഡി, ഉറക്ക്. ഓപ്ഷൻ ഡി, ഉറക്ക. അടുത്തതാണ് 16, ചേർത്ത് ഓതുമ്പോഴും നിർത്തുമ്പോഴും 2 അവസ്ഥ വരുന്ന ഹാഇനെ ഹ ഉത്ത് ഇനീസ്. ഓപ്ഷൻ സി, ഹ ഉത്ത് ഇനീസ്. അടുത്തത് 17. ഇവിടെ 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിക്കുക. അടുത്തത് തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് പാരായണം നിർത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെത് എന്താണ്? ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിക്കുന്നതിന് കത്ത് എന്നാണ്. ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് കത്ത് എന്നാണ്. തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് വഖഫ് എന്ന് പറയുന്നു. തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് നിർത്തുന്നതിന് വഖഫ് എന്നും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, ഒന്നാമത്തേത് കത്തുവും രണ്ടാമത്തേത് വഖഫും. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് 17ന്റെ വരിക. അടുത്ത 18, ലാകിന്ന ഹുവല്ലാഹ്. ഇതിൽ അലിഫ്, അത് സുക്കൂനുള്ള ഒരു അലിഫ് ഉണ്ട് കിന്ന എന്നിടത്ത്. അവിടെ അലിഫിന് മുകളിൽ വൃത്തം സൂചിപ്പിക്കുന്നത് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ. എന്താണ്? വഖഫിൽ അലിഫിനെ ഉച്ചരിക്കണം, വസ്ലിൽ ഉച്ചരിക്കരുത്. ലാകിന്ന എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ അലിഫിനെ ഉച്ചരിക്കണം. അസ്ലിയായ മദ്ദിലേക്ക് നമ്മൾ വഖഫ് ചെയ്യും. എന്നാൽ ചേർത്ത് ഓതുകയാണെങ്കിൽ, വസ്ലി എന്ന് പറഞ്ഞാൽ ചേർത്ത് ഓതലാണ്. ചേർത്ത് ഓതുന്നതിനാണ് വസ്ലി എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക. അപ്പോൾ അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ അതെന്താ? ഉച്ചരിക്കരുത്. മനസ്സിലാക്കുക. വസ്ലിൽ ഉച്ചരിക്കണം, വഖഫിൽ പാടില്ല എന്ന ഓപ്ഷൻ എ ആണ്. അടുത്തത് 19, മാലിക്കി യൗമിദ്ദീൻ. അതിലെ മാലിക്കി എന്നതിൽ റസ്മുൽ ഉസ്മാനി നിയമം എന്താണ്? ഓപ്ഷൻ എ, 2 തരം പാരായണം. മാഫി കിറാത്താനി ഫകുത്തിബ ഇഹ്ദാഹുമ. 2 വിധത്തിൽ കിറാത്തുള്ള പദങ്ങളാണ്. അതാണ് റസ്മുൽ ഉസ്മാനി പ്രകാരം മാലിക്കി എന്നാൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓപ്ഷൻ എ ആണ്. അടുത്തത് 20, താഴെ കൊടുത്തവയിൽ തുടക്കത്തിൽ ഹംസക്ക് കസറ് നൽകി വായിക്കേണ്ട പദം ഏതാണ്? ഓപ്ഷൻ ഡി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇബ്നു ഇംറഅത്തുൻ പോലെ ഇസ്മുകളാണ് അതൊക്കെ. അതിൽ വരുന്ന ഹംസത്തുൽ വസ്ലിന് കസ്റും അലിഫ് ലാം എന്നതിൽ ഹംസക്ക് ഫത്തഹും ചെയ്താണ് എല്ലാ സമയത്തും വായിക്കേണ്ടത്. അപ്പോൾ ഇബ്നു ഇംറത്ത്. പിന്നെ അലിഫ് ലാം വരുന്നത് ജലാലത്തിൻ്റെ ഇസ്മിലാണ്. അൽഹംദുലില്ല, അല്ലദീന എന്നൊക്കെ. അപ്പോൾ അവിടെ ബാക്കിയൊക്കെ ജലാലത്തിൻ്റെ ഇസ്മുകളാണ്, മറ്റേത് ഇസ്മുകളാണ്. അംറഅത്തുൻ എന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി എന്നത് അവിടെ ശരിയാപ്പെടുത്താം. അംറഅത്ത് എന്നുള്ളത് നമ്മൾ പാരായണത്തിൽ കസർ നൽകണം. ഇംറഅത്ത് എന്ന് വസ്ലിൻ്റെ അലിഫിന് ഈ ഹംസക്ക് കസർ നൽകണം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? 21. അടുത്തത് സുഹ്ഫി ഇബ്രാഹീമ വ മൂസ. അപ്പോൾ അവിടെ വ മൂസ എന്ന് പറയുന്നത് മൂ എന്നും സാ എന്നും അവിടെ മദ് വരുന്നുണ്ട് 2 സ്ഥലത്തും. ഈ 2 മദ്ദുകളിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്?
രണ്ട് മദ്ദുകളും അസ്ലിയായ മദ്ദാണ്. അപ്പോൾ അവിടെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുക എന്ന് പറഞ്ഞാൽ അസ്ലിയായ മദ് ഒരു അലിഫിൻ്റെ ഖദർ 2 ഹർക്കത്താണ് നീട്ടേണ്ടത്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ, രണ്ടിടത്തും 2 ഹർക്കത്ത് വീതം നീട്ടണം. 2 ഹർക്കത്ത്, ഒരു അലിഫിൻ്റെ ഖദർ എന്നത് 2 ഹർക്കത്ത് വീതം നീട്ടണം എന്ന ഓപ്ഷൻ എ ആണ് രണ്ടിടത്തും. അപ്പോൾ ഇത് മനസ്സിലാക്കാം. അടുത്ത 22, വിശുദ്ധ ഖുർആനിലെ ക്രമപ്രകാരം സൂറത്തുൽ കഹ്ഫിന് മുമ്പിലുള്ള സൂറത്തുൽ കഹ്ഫിന് മുമ്പുള്ളത് സൂറത്തുൽ ഇസ്രാ ഓപ്ഷൻ ബി ആണ്. സൂറത്തുൽ കഹ്ഫ് ഖുർആനിൽ 18ാമത്തെ സൂറത്താണ്. അപ്പോൾ 17ാമത്തെ സൂറത്ത് ബനി ഇസ്രായേൽ എന്ന സൂറത്താണ്. അപ്പോൾ അത് ഓപ്ഷൻ ബി ആണ് അടയാളപ്പെടുത്തേണ്ടത്. കഹ്ഫ് കഴിഞ്ഞാൽ പിന്നെ 19ാമത്തെ സൂറത്തായിട്ട് സൂറത്ത് മറിയമാണ് 19 വരുന്നത്. അപ്പോൾ അത് ഇസ്രാ എന്നത് നമുക്ക് ഓപ്ഷൻ ബി അടയാളപ്പെടുത്താം. 22 ഓപ്ഷൻ ബി. അടുത്തത് 23, താഴെ കൊടുത്ത ആയത്തിൽ ഖുർആനിലെ എഴുത്ത് രീതി ഏതാണെന്ന്. ഇവിടെ അലൈഹിം ദാഇറത്തുസ് സൗ എന്നതിൽ ഓപ്ഷൻ ബി അവിടെ ഹംസയുടെ എഴുത്ത് രീതി ദാഇറ എന്ന ഇതെടുത്ത് ഹംസയുടെ എഴുത്ത് രീതി മനസ്സിലാക്കുക. അതാണ് അവിടെ എഴുത്ത് രീതി മനസ്സിലാക്കുക. ഇ എന്നത് അവിടെ അടിയിലെഴുതി, അപ്പോൾ അവിടെ ഹംസ വന്നത് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 24, ജുമയുടെ അഹ്ലുകാരല്ലാത്തവർ ജുമുഅയിൽ പങ്കെടുത്തു. എന്താണ് ജുമയുടെ അഹ്ലുകാരല്ലാത്തവർ ജുമയിൽ പങ്കെടുത്താൽ എന്താണ്? ഓപ്ഷൻ എ, അവരുടെ ജുമുഅ സ്വീകാര്യമാണ്. ജുമുഅയുടെ ഷർത്തുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഷർത്തുകളിൽ ജുമയുടെ അഹ്ലുകാരിൽപ്പെട്ട 40 ആളുകൾ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. ആ 40 ആളുകൾ ഉണ്ടാവുക എന്നത് ഷർത്ത് പറയുന്നുണ്ട്. എന്നാലും അഹ്ലുകാരല്ലാത്ത ഒരാൾ നമ്മളുടെ നാട്ടിലെത്തി, അപ്പോൾ അയാൾക്ക് ജുമുഅ ലഭിക്കണമെങ്കിൽ അവിടെയുള്ള പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കണം. അപ്പോൾ അയാളുടെ ജുമുഅ സ്വീകാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓപ്ഷൻ എ എന്നതാണ്. 25, മരണാസന്നരുടെ അടുത്ത് വെച്ച് ഓതേണ്ട സൂറത്തുകൾ ഏതാണ്? ഓപ്ഷൻ ബി, സൂറത്ത് യാസീനും സൂറത്തു റഅദും. ഓപ്ഷൻ ബി അടയാളപ്പെടുത്തുക. അടുത്തത് എന്താണ്? വെള്ളിയാഴ്ച പകൽ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പ്രത്യേക സമയം. വെള്ളിയാഴ്ച പകൽ ദുആക്ക് ഉത്തരം കിട്ടാൻ പ്രത്യേകതയുള്ള സമയമാണ് 2 ഹുത്തുബകൾക്കിടയിൽ. ഓപ്ഷൻ ഡി. 2 ഹുത്തുബകൾക്കിടയിലെ സമയം എന്നത് അവിടെ ടിക്ക് ചെയ്യാം. അടുത്തത് 27, താഴെ കൊടുത്തവയിൽ കുളിപ്പിക്കാൻ പാടില്ലാത്ത മയ്യത്ത് ഏതാണ്? ഷഹീദിൻ്റെ മയ്യത്താണ് കുളിപ്പിക്കാൻ പാടില്ലാത്ത. അപ്പോൾ ഇവിടെ രക്തസാക്ഷികൾ എന്ന ഓപ്ഷൻ ബി ആണ്. ഷഹീദ് എന്നത് മനസ്സിലാക്കുക. അടുത്തത് 28, മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്ത് മാത്രം തിരഞ്ഞെടുക്കുക. താഴെയുള്ളതിൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്ത്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ, മയ്യത്ത് മുസ്ലിം ആവുക, അതൊരു നിസ്കാരത്തിൻ്റെ ഷർത്താണ്. മുസ്ലിമുകൾക്കാണ് നമ്മൾ മയ്യത്ത് നിസ്കരിക്കുക. അപ്പോൾ അവിടെ മയ്യത്ത് മുസ്ലിം ആവുക എന്നതാണ് അവിടെ ഷർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 തക്ബീറും 2ാം തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലലൊക്കെ അതിൻ്റെ ഫർളുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്, നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മുസ്ലിം ആവുക എന്നുള്ളത് അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിമായ ഒരാളാണ് അശുദ്ധികളിൽ നിന്ന് ഒക്കെ ശുദ്ധി വരുത്തുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ അടയാളപ്പെടുത്താം. പിന്നെന്താണ്? 29, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബിഹി. ഇത് ഉൾപ്പെട്ട പ്രാർത്ഥന ചൊല്ലേണ്ടത് എപ്പോഴാണ്? മയ്യത്ത് മറവ് ചെയ്ത ശേഷം. ഓപ്ഷൻ ഡി മയ്യത്ത് മറവ് ചെയ്ത ശേഷം. തൽക്കീനും തസ്ബീത്തും ചൊല്ലുന്നുണ്ട്. അപ്പം അത്
മനസ്സിലാക്കുക, ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 30. ഇസ്ലാമിലെ സകാത്ത് സംവിധാനത്തിൻ്റെ നേട്ടങ്ങളിൽ പെടാത്തത് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. സാമ്പത്തിക ശേഷി ക്ഷയിക്കുക, അത് സംവിധാനത്തിൻ്റെ നേട്ടത്തിൽ പെടാത്തതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമ്പത്തും മനസ്സും ശുദ്ധിയാക്കലും, സമൂഹത്തിൽ സ്നേഹം വർദ്ധിക്കലൊക്കെ സക്കാത്ത് കൊണ്ടുള്ള നേട്ടങ്ങളാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ സി, സാമ്പത്തിക ശേഷി ക്ഷയിക്കുക എന്നതാണ്. മനസ്സിലാക്കുക. ഇനി 31 മുതലുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. 31. പേശികളെ വളർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന പോഷകം. ഓപ്ഷൻ എ പ്രോട്ടീൻ എന്ന ഓപ്ഷൻ എ ആണ്. അടുത്തത് 32. ഈസ്റ്റിലേക്ക് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഏതാണ്? ഓപ്ഷൻ എ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും എന്ന ഓപ്ഷൻ എ ആണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. 33. ഒരു വാഹനം സഞ്ചരിക്കുന്ന ദൂരം രേഖപ്പെടുത്തുന്ന ഉപകരണം എന്താണ്? ഓപ്ഷൻ ഡി ഓഡോമീറ്റർ. ഓപ്ഷൻ ഡി ഓഡോമീറ്റർ ആണ്. 34. സൂര്യപ്രകാശം ഉപയോഗിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന പ്രക്രിയ എന്താണ്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഓപ്ഷൻ എ. അടുത്ത 35. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഓപ്ഷൻ സി അന്റാർട്ടിക്ക എന്ന ഓപ്ഷൻ സി അടയാളപ്പെടുത്താം. അടുത്തത് 36. ഇന്ത്യയിലെ ഒന്നാമത്തെ ഹൈക്കോടതി ഓപ്ഷൻ എ കൽക്കത്ത എന്ന ഓപ്ഷൻ എ. അടുത്തത് 37. ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏതാണ്? ഓപ്ഷൻ ബി ചെമ്പാണ്. 38. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമി, എർത്താണ്. ഓപ്ഷൻ എ. അടുത്ത 39. ധ്യാൻചന്ദ് രത്ന പുരസ്കാരം നേടിയ ഏക ഫുട്ബോൾ താരം ആരാണ്? ഓപ്ഷൻ എ സുനിൽ ഛേത്രി. ഓപ്ഷൻ എ. അടുത്ത 40. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ഏതാണ്? ഓപ്ഷൻ ബി മെയ് 17 എന്നതാണ് ടിക്ക് ചെയ്യേണ്ടത്. മെയ് 17. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. ഓപ്ഷൻ ഡി. 42. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത നഗരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ചണ്ഡീഗഡ് എന്നതാണ് ഓപ്ഷൻ ബി. അടുത്തത് 43. പൊസിഷൻ ഷീ ദാറ്റ് ഡാഷ് ദ ടേബിൾ ഓഫ് ഫിനിഷ് ഹെർ ഹോംവർക്ക്. അപ്പോൾ അറ്റ് എന്ന ഓപ്ഷൻ ബി ആണ്. ഫിനിഷ് ഹെർ വർക്ക്. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി അറ്റ് എന്ന അതാണ് അവിടെ ചേർക്കേണ്ടത്. അടുത്ത 44. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കറക്റ്റ് വെർബ്. ദേ ഡാഷ് ദ പിക്ചർ യെസ്റ്റർഡേ. അവിടെ വാച്ച്ഡ് എന്ന ഓപ്ഷൻ സി. അടുത്ത 45. കറക്റ്റ് കൺജക്ഷൻ. യു ക്യാൻ ഗോ ടു ദ പാർക്ക് ഡാഷ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്. ഇഫ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. അടുത്ത 46. ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ്. ദിസ് ഈസ് ആൻ എക്സൈറ്റിംഗ് ഗെയിം എന്താണ്? അപ്പോൾ അതിൽ എക്സൈറ്റിംഗ് എന്നതാണ് അതിൻ്റെ അഡ്ജക്റ്റീവ്. ഓപ്ഷൻ ബി. 47ാമത്തെ ചോദ്യം വായിക്കാം നമുക്ക്. 135 ഡിഗ്രി ഘടികാര ദിശയിൽ തിരിഞ്ഞതിന് ശേഷം ജമാൽ പിയുടെ തെക്ക് കിഴക്ക് അഭിമുഖമായി നിൽക്കുന്നതെങ്കിൽ അവൻ ആദ്യം അഭിമുഖീകരിച്ചിരിക്കുന്നത് ഏത് ദിശയിൽ നിന്നായിരിക്കും? അപ്പോൾ അവിടെ ചിത്രത്തിൻ്റെ ദിശ അനുസരിച്ച് ഓപ്ഷൻ സി വെസ്റ്റ് എന്ന അതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. പടിഞ്ഞാറ്, അതായത് സെൻട്രൽ പി എന്ന സെൻട്രലിൽ നിന്ന് ക്ലോക്ക് ദിശ പ്രകാരം 135 ഡിഗ്രിയിലേക്ക് എത്തണമെങ്കിൽ
വെസ്റ്റിൽ നിന്ന് സൗത്തിലേക്ക് 90, സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 45. അതിൻ്റെ ഇടയിൽ 45 നിർത്തിയാലാണ് നമുക്ക് 135 കിട്ടുക. അപ്പോൾ അവിടെ വെസ്റ്റ് എന്ന ഓപ്ഷൻ സി ആണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 90 അപ്പോൾ അതിൻ്റെ പകുതി 45 നിർത്തുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് 135 ഡിഗ്രി കിട്ടുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻ സി എന്ന വെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 48 എന്താണ്? തന്നിരിക്കുന്ന ചിത്രത്തിലെ ക്യൂബുകളുടെ എണ്ണം എത്ര എന്നാണ്. അപ്പോൾ ഇവിടെ ക്യൂബുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ എണ്ണുക? ഫസ്റ്റ് മേലെ വരുന്നത് 1 എഴുതുക. അടുത്തത് താഴെ വരുന്നത് നമ്മൾ മുന്നിൽ കാണുന്ന ക്യൂബുകൾ എണ്ണുക. എത്രയാണ്? നീളത്തിൽ 2 എണ്ണം, വീതിയിൽ 2 എണ്ണം. അപ്പോൾ അവിടെ 2 × 2, അടുത്തതും അതേപോലെ തന്നെ. അത് നീളത്തിലും വീതിയിലും നമുക്ക് 2 എണ്ണം വെച്ചിട്ടാണ് അവിടെ ക്യൂബുകൾ വരുന്നത്. അപ്പോൾ 2 × 2 × 2 എത്ര കിട്ടും നമുക്ക്? 2 × 2 4, 2 4 8. അപ്പോൾ 8 വെക്കുക. പിന്നെ അതുപോലെ താഴെയുള്ളത് നീളത്തിലും വീതിയിലും 3 ആണ്. അപ്പോൾ അവിടെ 3 × 3 × 3 എത്രയാണ്? 3 3 9, 9 3 27. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമുക്കവിടെ 36 പ്ലസ് ചെയ്താൽ കിട്ടും. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി എന്ന 36 ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അവിടെ ഓപ്ഷൻ ബി എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്ത ചോദ്യം 49 എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ, അവസാനത്തിൽ ശ്രേണിയിൽ വിട്ടുപോയത് എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എന്താ കണ്ടെത്തുക? അവിടെ 12 13. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയാണ് വരുന്നത് അവിടെ? അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാമ്യത നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കണ്ടെത്തുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 12 13 കഴിഞ്ഞ് പിന്നെ 5 ആഡ് ചെയ്തിട്ടാണ് 18 വന്നത്. അതിലിൻ്റെ അടുത്ത സംഖ്യ 19 എഴുതി, അതിലൂടെ 5 ആഡ് ചെയ്തിട്ട് നമുക്കവിടെ 24 കിട്ടി. 24ൻ്റെ അടുത്ത സംഖ്യ 25 എഴുതുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 5 ആഡ് ചെയ്യണം. 25ലേക്ക് 5 ആഡ് ചെയ്താൽ 30. അടുത്ത സംഖ്യ വരിക 30. ഓപ്ഷൻ ബി എന്നതാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി 30 എന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ഓരോ ഇങ്ങനെ വരുന്നതിൻ്റെ ഓരോന്നിൻ്റെ വ്യത്യാസം, സാമ്യത എന്തെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ടാണ് നമുക്ക് അവിടെയുള്ള ആൻസർ കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് 50ാമത്തത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ശതമാനം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? എത്ര എണ്ണമാണ് ഷെയ്ഡ് ചെയ്തത്? അവിടെ ടോട്ടൽ എത്ര കളങ്ങളാണ് വന്നത്? 25 കളങ്ങളാണ് വന്നത്. 25 കള്ളിയിൽ 10 കള്ളികളിലായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശതമാനം എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ആദ്യം 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 കിട്ടും. 100ൽ 4 25കളാണ് ഉള്ളത്. അപ്പോൾ 4 കിട്ടും. 4നെ പിന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്ത 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 40 കിട്ടും. അപ്പോൾ 40% എന്ന ഓപ്ഷൻ സി ആണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. ഇനി എന്തെങ്കിലും ഓപ്ഷനിലൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി നേരം വൈകാൻ കാരണം ഞാൻ ഒരുപാട് വീഡിയോ എടുത്തു വെച്ചത് ഫോണിലുള്ളത് കാരണം പുതിയൊരു വീഡിയോ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഫോണിൽ ഇല്ലാതെയായി. അപ്പോൾ അതുകൊണ്ട് മുമ്പ് എടുത്തു വെച്ച വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ ഒരു പുതിയ വീഡിയോ എടുക്കാൻ എനിക്കവിടെ സ്പേസ് കിട്ടിയിട്ടുള്ളൂ. അത്ര സ്പേസ് ഫോണിന് ഉള്ളായിരുന്നു. ഞാൻ ഒഴിവ് കിട്ടിയപ്പം കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചതായിരുന്നു പാഠഭാഗത്തിൻ്റെ ഒക്കെ. അപ്പോൾ നിങ്ങളൊക്കെ കാണും, ഇപ്പോൾ എക്സാമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹാഫ് ഇയർലിൻ്റെ ഒക്കെ. അതൊക്കെ വീഡിയോ ഒഴിവുള്ളപ്പോൾ എടുത്ത് വെച്ചത് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുക, ഫോണ് സ്പേസ് ഇല്ലാത്തത് കാരണം. അപ്പോൾ ഒന്നായിട്ട് ഹാങ് ആയി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണമൊക്കെയാണ് അത് നേരം വൈകിയത്. എല്ലാവരും മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.